സാംസങ്ങിൻ്റെ സാംസങ് എക്സ് കവർ 7 പ്രോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് എക്സ് കവർ 7 പ്രോ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ സാംസങ് എക്സ് കവർ 7 പ്രോയിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ LCD പാനലേ വരുന്നുള്ളൂ. ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം 59,400 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് AMOLED ഡിസ്പ്ലേ എന്നുള്ള കാര്യം. പക്ഷേ ഈ ഒരു ഫോണിൽ അത് മിസ്സിംഗ് ആയിരിക്കും. LCD പാനലേ ഇതിൽ വരുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പഞ്ചോൾ ഡിസൈൻ. ഈ ഒരു ഫോണിൽ അതും മിസ്സിംഗ് ആയിരിക്കും. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് ഇതിൽ വരുള്ളൂ. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ ഇതിൽ വരും. ഫ്രണ്ടിൽ അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷൻ ഇതിൽ വന്നേക്കാം. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അല്ല ഇതിൽ വരുന്നത്. AMOLED ഡിസ്പ്ലേയോ പഞ്ചോൾ ഡിസൈനോ ഒന്നും തന്നെ ഇതിൽ വരില്ല. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 240 ഗ്രാമാണ്. അപ്പം അത്യാവശ്യം വെയിറ്റുള്ള ഫോണാണ്. തിക്നെസ് വരുന്നത് 10.2 mm ആണ്. അപ്പം അത്യാവശ്യം തിക്നെസ്സും ഉണ്ട്. പിന്നെ IP68 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു IP റേറ്റിംഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ MIL STD 810H സർട്ടിഫിക്കേഷനും ഇതിന് ലഭിച്ചിട്ടുണ്ട്. പൊതുവെ ബിൽഡ് ക്വാളിറ്റിക്കൊക്കെ ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ് ഇത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഹാർഷ് ആയിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ വർക്ക് ചെയ്യുന്നവരെയാണ്. അതുപോലെ തന്നെ വലിയ ബിസിനസ്സുകളൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു IP68 റേറ്റിംഗ്, MIL STD 810H സർട്ടിഫിക്കേഷൻ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ സപ്പോർട്ടൊക്കെ. കാരണം ബിൽഡ് ക്വാളിറ്റിക്കാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബാക്കി ഫീച്ചേഴ്സ് അത്ര മികച്ച ഫീച്ചേഴ്സ് ആയിക്കൊള്ളണം എന്നില്ല. പിന്നെ ഇതിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കീ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7s Gen 3 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഇപ്പം 59,400 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്ര മികച്ച പ്രോസസ്സറല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൽ അത് വരുന്നില്ല. പ്രോസസ്സറും കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ 6GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. NFC സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ പോഗോ പിന്നൊക്കെ ഇതിൽ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 15 ബേസ് ആയിട്ടുള്ള 1UI സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 MP f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. 8 MP f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 13 MP f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ മാത്രമാണ് ഇതിൽ വരുന്നത്. ബാറ്ററിയുടെ കാര്യത്തിൽ 4350 mAh ബാറ്ററിയാണ് വരുന്നത്. ബാറ്ററി കപ്പാസിറ്റി കുറവാണ് ഇപ്പോഴത്തേതൊക്കെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ 15 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡേ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചാർജിങ് സ്പീഡും കുറവാണ് എന്ന് പറയേണ്ടി വരും. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ബാറ്ററി സെറ്റപ്പ് അത്ര മികച്ചതല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം യൂറോപ്യൻ മാർക്കറ്റിലേക്കാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റിൽ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 609 യൂറോസ് എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 59,400 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ മൊത്തത്തിൽ അത്ര മികച്ച ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സർ വരുന്നില്ല. അതുപോലെ തന്നെ ബാറ്ററി സെറ്റപ്പ് അത്ര മികച്ചതല്ല. ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും അത്ര മികച്ചതല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഒരു ഫോൺ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് നോർമൽ ഓഡിയൻസിനെ അല്ല. അപ്പം നല്ല ഹാർഷ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ വർക്ക് ചെയ്യുന്നവരെയും അതുപോലെ തന്നെ വലിയ ബിസിനസ്സുകളെയൊക്കെയാണ് ഈ ഒരു ഫോൺ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഫോണിൻ്റെ സെയിൽ നോർമൽ യൂസേഴ്സിനല്ല അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം നോർമൽ യൂസേഴ്സ് ഇതുപോലുള്ളൊരു ഫോണിൽ പോയിട്ട് പെടാതിരിക്കുക. അപ്പം അവർക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് കമ്പനികളൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഫോണാണ്. അപ്പം ബിൽഡ് ക്വാളിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്ന കമ്പനികൾക്കായിരിക്കും ഇത് വേണ്ടത്. ഇപ്പം മൈൻസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ചിലപ്പം കമ്പനികൾ ഇതുപോലുള്ള ഫോണുകൾ ഓർഡർ ചെയ്തിട്ട് കൊടുത്തേക്കാം. എന്തായാലും നോർമൽ യൂസേഴ്സിന് പറ്റിയിട്ടുള്ള ഫോണല്ല ഇത്. എന്തായാലും സാംസങ്ങിൻ്റെ എക്സ് കവർ 7 പ്രോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.